بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അശ്ശമാഇലുൽ മുഹമ്മദിയിൽ കൊണ്ടുവന്ന ഒരു ഹദീസിൽ കാണാം, കാന അലി റളിയല്ലാഹു അൻഹു ഇദാ വസഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വിശേഷണം പറഞ്ഞാൽ മഹാനവർകൾ പറയുമായിരുന്നു, എന്ത് ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്തവീലിൽ മുമ്മഗ്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റത്തെ നീളമുള്ളവരായിരുന്നില്ല. വലാ ബിൽ ഖസീരിൽ മുതറദ്ദിദി, നബിതങ്ങൾ അങ്ങേയറ്റത്തെ പൊക്കം കുറഞ്ഞ ഒരാളുമായിരുന്നില്ല. നബിതങ്ങൾ നടുമധ്യമായ രൂപമുടയവരായിരുന്നു. വേറെ ചില ഹദീസുകളിൽ കാണാം, നബിതങ്ങൾ അത്യാവശ്യം നീളമുള്ള ഒരാളോട് അടുത്തു നിൽക്കുന്ന പ്രകൃതിയുടയവരായിരുന്നു എന്ന്. വകാന റബഅതൻ മിനൽ ഖൗമി, നബിതങ്ങൾ ജനങ്ങളിൽ ഒരു ഒത്ത പ്രകൃതിയുടയവരായിരുന്നു. നബിതങ്ങൾ അങ്ങേയറ്റം നീളമോ അങ്ങേയറ്റത്തെ പൊക്കക്കുറവോ ഉള്ളവരല്ലാത്ത നിലക്കുള്ള ഒരു ഒത്ത ശരീര പ്രകൃതിയുടയവരായിരുന്നു നബിതങ്ങൾ. ലം യകുൻ ബിൽ ജഅദിൽ ഖതതി, നബിതങ്ങൾ അങ്ങേയറ്റം മൂടി ചുരുണ്ടവരായിരുന്നില്ല. വലാ ബിസ്സബ്തി, നബിതങ്ങൾ തീരെ മുടിക്ക് ചുരുളില്ലാത്ത നിലക്ക് നീണ്ട മുടിയുടയവരുമായിരുന്നില്ല. കാന ജഅദൻ റജുലാ, നബിതങ്ങളുടെ മുടിക്ക് ചെറിയ ചുരുളുണ്ടായിരുന്നു. നബിതങ്ങൾ ചീകി ഒതുക്കിയ മുടിയുടയവരായിരുന്നു നബിതങ്ങൾ. വലം യകുൻ ബിൽ മുത്തഹമി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓവർ തടിയുള്ളവരായിരുന്നില്ല. വലാ ബിൽ മുകൽതമി, ഹബീബായ നബിതങ്ങൾ പൂർണ്ണ വട്ടമുഖമുടയവരുമായിരുന്നില്ല. വകാന ഫീ വജ്ഹിഹി തദ്വീർ, ഹബീബായ നബിതങ്ങളുടെ മുഖത്തിന് വട്ടമുഖത്തിനോട് സാദൃശ്യതയുണ്ടായിരുന്നു. ഒരിനം വട്ട ആകൃതി നബിതങ്ങളുടെ മുഖത്തിനുണ്ടായിരുന്നു, പക്ഷേ പൂർണ്ണമായും വട്ടമുഖമുടയവരായിരുന്നില്ല. അബിയു മുസ്റബൻ, നബിതങ്ങൾ ഇളം ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുടയവരായിരുന്നു നബിതങ്ങൾ. അദ്അജുൽ ഐനൈനി, നബിതങ്ങളുടെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ കറുപ്പ് ശക്തമായവരായിരുന്നു നബിതങ്ങൾ. അഹ്ദബുൽ അസ്ഫാർ, നബിതങ്ങളുടെ കൺപോളകളുടെ രോമം അധികരിച്ചവരായിരുന്നു നബിതങ്ങൾ. ജലീലുൽ മുസാശി, നബിതങ്ങളുടെ തോള് വലിയവരായിരുന്നു നബിതങ്ങൾ. വൽ കത്തദി, സന്ധി വിശാലത ഉള്ളവരുമായിരുന്നു നബിതങ്ങൾ. നബിതങ്ങളുടെ കത്തത് എന്ന് പറഞ്ഞാൽ ഇമാമുകൾ രേഖപ്പെടുത്തി കാണാം, മുജ്തമിഉൽ കത്ഫൈനി വഹുവൽ കാഹിലു, രണ്ട് ചുമരുകളും ഒരുമിച്ച് ഉടനിക്കുന്ന സ്ഥലം പിരടി വിശാലത ഉടയവരായിരുന്നു എന്ന് പറഞ്ഞു കാണാം. മറ്റു ചിലര് കെണിപ്പുകൾ സന്ധി വിശാലത ഉള്ളവരാണ് എന്നും പറഞ്ഞു കാണാം. അജ്റദു, നബിതങ്ങളുടെ ശരീരമൊട്ടാകെ രോമം കൊണ്ട് പൊതിഞ്ഞവരായിരുന്നില്ല. നബിതങ്ങളുടെ നെഞ്ചു മുതൽ പൊക്കിള് വരെ നേരിയ രോമമുള്ളവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സഹ്നുൽ കഫൈനി വൽ ഖദമൈനി, നബിതങ്ങളുടേതായ രണ്ട് മുൻകൈയിന്റെയും കാലുകളുടെയും സ്കിന്ന് അവിടുന്ന് മൃദുലത ഉടയതായിരുന്നു, മാർദ്ദവമുടേതായിരുന്നു. എന്നാൽ രണ്ട് കൈയിന്റെയും കാലിന്റെയും എല്ലുകളത് ദൃഢത ഉടയതും അവരുടെ സ്കിന്നുകൾ അങ്ങേയറ്റം മാർദ്ദവമുടയതുമായിരുന്നു.
ഇദാ മസാ തഖല്ലഅ കഅന്നമാ യൻഹത്തു ഫീ സബബിൻ. ഇദാ മസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നാൽ തഖല്ലഅ നബി തങ്ങൾ മുന്നോട്ട് ചാഞ്ഞിങ്ങനെ നടക്കുന്നതാണ്. കഅന്നമാ യൻഹത്തു ഫീ സബബിൻ, ഉയരങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരാളെ പോലെ നബി തങ്ങൾ മുന്നോട്ട് ചാഞ്ഞ് നടക്കുന്നവരായിരുന്നു. നബിതങ്ങൾ ഒരു കാര്യത്തിലേക്ക് തിരിഞ്ഞാൽ പൂർണ്ണമായിട്ടും അതിലേക്ക് തിരിയുന്നതാണ്. നബിതങ്ങളുടെ രണ്ട് ചുമരുകളുടെ ഇടയിൽ പ്രവാചക മുദ്ര ഉണ്ടായിരുന്നു. വഹുവ ഖാതിമുൻ നബിയ്യീൻ. നബിതങ്ങൾ പ്രവാചകരിൽ വെച്ച് ഏറ്റവും അവസാനത്തവരാണ് നബിതങ്ങൾ. അജ്വദുന്നാസി സ്വദറാ, ജനങ്ങളിൽ ഏറ്റവും ഔദാര്യ ഹൃദയമുടയവരായിരുന്നു നബിതങ്ങൾ. വാസ്ദഖുന്നാസി ലഹ്ജതൻ, നാവാൽ ജനങ്ങളിൽ ഏറ്റവും സത്യം പറയുന്നവരുമായിരുന്നു നബിതങ്ങൾ. വാല്യരുഹും അരീകത്തൻ, നബിതങ്ങൾ ജനങ്ങളിൽ വെച്ച് പ്രകൃതിയാലെ ഏറ്റവും മയമുടയവരായിരുന്നു നബിതങ്ങൾ. വാക്റമുഹും ഹിസ്റതൻ, ജനങ്ങളുമായിട്ടുള്ള സഹവർത്തിത്വത്തിനാൽ ഏറ്റവും മാന്യത ഉടയവരുമായിരുന്നു നബിതങ്ങൾ. മൻ റആഹു ബദിഅതൻ, ആരെങ്കിലും നബിതങ്ങളെ പെട്ടെന്ന് കണ്ടാൽ ഹാബഹു, നബിതങ്ങളെ കണ്ട് പേടിച്ചു പോകുന്നതാണ്. നബിതങ്ങളുടെ മുഖത്തിന്റെ ഗാംഭീര്യം കണ്ട് പേടിച്ചു പോകുന്നതാണ്. വമൻ ഖാലതുഹു മഅരിഫതൻ, നബിതങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ആരെങ്കിലും നബിതങ്ങളുമായിട്ട് ഇടപഴകിയാൽ അഹബ്ബഹു, നബിതങ്ങളെ അയാൾ അങ്ങേയറ്റം ഇഷ്ടം വെക്കുന്നതാണ്. നബിതങ്ങളെ സംബന്ധിച്ച് വിശേഷണം പറയുന്നവര് പറയും, നബിതങ്ങളെ ഒരു പ്രാവശ്യം കണ്ടാൽ തന്നെ പറഞ്ഞു പോകും, നബിതങ്ങളെ പോലെ ഒരാളെ ഇതിനു മുമ്പും ഇതിന്റെ ശേഷവും ഞാൻ കണ്ടിട്ടേയില്ല. ആ നിലക്ക് നല്ല സ്വഭാവമുടയ നല്ല സൗന്ദര്യമുള്ളവരാണ് നബിതങ്ങൾ എന്ന് നബിതങ്ങളെ വർണ്ണിക്കുന്ന ആരും പറഞ്ഞു പോകും പോലും. നോക്കൂ, നബിതങ്ങൾ അവിടുത്തെ സൗന്ദര്യത്തിലും അവിടുത്തെ സ്വഭാവത്തിലും ശരീരഘടനയിലെല്ലാം ഒരുപാട് ഉന്നത സ്ഥാനത്ത് നിലകൊള്ളുന്നവരായിരുന്നു നബിതങ്ങൾ. അല്ലാഹു തആല നമ്മൾ ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നബിതങ്ങളുടെ മദ്ഹുകൾ, അവിടുത്തതായ തിരുസുന്നത്തുകളൊക്കെ പറയാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഹബീബായ നബിതങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കാരണത്താൽ അല്ലാഹു തആല നാളെ സ്വർഗ്ഗത്തിൽ അവിടുത്തെ ജിവാറിൽ നമ്മളെയൊക്കെ താമസിപ്പിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.